നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വന്തമായി ഒന്നും അവകാശപ്പെടാനില്ലാത്ത പിണറായി സർക്കാർ UDF തുടങ്ങിവെച്ച വികസനങ്ങൾ തട്ടിയെടുക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ മോദിയുടെ അജണ്ടകൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി മുട്ടുമടക്കിയെന്നും കെ മുരളീധരൻ. തച്ചനാട്ടുകര പാലോട് 2.5 വയസ്സുള്ള മകനൊപ്പം അമ്മ കിണറ്റിൽ ചാടി. കുട്ടി മരിച്ചു. അമ്മ ആശുപത്രിയിൽ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ടില്ലാത്തത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതായി താലൂക്ക് സമിതിയിൽ വിമർശനം. സൗജന്യ ഡയാലിസിസ് കേന്ദ്രങ്ങളിൽ പോലും കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ. മണ്ണാർക്കാട് മുണ്ടേക്കരാട് പൂക്കൂത്ത് റോഡിൽ കട്ടവിരിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം. കോൺക്രീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥ. പ്രവൃത്തി തടഞ്ഞ് നാട്ടുകാർ. പ്രശ്നം പരിഹരിച്ചത് നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ സ്ഥലത്തെത്തി നടത്തിയ ചർച്ചകൾക്ക് ശേഷം. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരായ ട്രോൾ. വെട്ടിലായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KC റിയാസുദ്ദീൻ. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴമേശയിൽ യൂദാസിന്റെ സ്ഥാനത്ത് ചന്ദ്രശേഖരനെ ഇരുത്തി പോസ്റ്റർ. വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു. മാപ്പ് പറയണമെന്ന് KCYM പാലക്കാട് രൂപത. വിശദമായ വാർത്തകളിലേക്ക്. സ്വന്തമായി ഒന്നും അവകാശപ്പെടാനില്ലാത്ത പിണറായി സർക്കാർ UDF തുടങ്ങിവെച്ച വികസനങ്ങൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. നെല്ലായ പഞ്ചായത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നവർക്കുള്ള സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വീകരിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്. 9 വർഷം ഭരിച്ച പിണറായി സർക്കാരിന് സ്വന്തമായി ഒരു വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിക്കാനില്ല. ഇതോടെ UDF തുടങ്ങിവെച്ച വികസനങ്ങൾ തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് പിണറായി സർക്കാർ നടത്തുന്നത്. വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് ചടങ്ങിൽ ഉൾപ്പെടെ മോദിയുടെ അജണ്ടകൾക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ട ഗതികേടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഈ പിണറായിൻ്റെ ഈ നേട്ടങ്ങൾ അവകാശപ്പെടുന്ന കാണുമ്പോൾ പണ്ടൊരാൾ കല്യാണം കഴിഞ്ഞു, കുട്ടികൾ ഉണ്ടാവുന്നില്ല. അവസാനം ചികിത്സയൊക്കെ കുറേ നടത്തി നോക്കി. അവസാനം ഡോക്ടർമാർ പറഞ്ഞു സന്താനോൽപാദനത്തിൻ്റെ ശേഷിയില്ല കേട്ടോ, ഇനി കുട്ടികൾ ഉണ്ടാവില്ല. ഇയാളിങ്ങനെ എന്താ വേണ്ടതെന്ന് ആലോചിച്ചിരുന്നപ്പോൾ അടുത്ത വീട്ടിലത്തെ ഒരു കുട്ടീനെ കണ്ടു. ഉടനെ പറഞ്ഞു ഇതെൻ്റെ കുട്ടിയാണ്. ഏതാണ്ട് അതുപോലെയാണ് പിണറായി വിജയൻ്റെ അവസ്ഥ. സന്താനോൽപാദന ശേഷി ഇല്ലാത്ത ഒരാൾ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ സ്വന്തം കുട്ടിയാണെന്ന് പറയുന്ന പോലെ ഒരു കാര്യം ചെയ്യാൻ കഴിയാത്ത പിണറായി വിജയൻ UDFന്റെ കാലത്തെ മുഴുവൻ സ്വന്തം ക്രെഡിറ്റായിട്ട് എടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നെല്ലായ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് N ജനാർദ്ദനൻ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നവർക്കുള്ള സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. DCC പ്രസിഡന്റ് A തങ്കപ്പൻ മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ KMK ബാബു, മുസ പേങ്ങാട്രി, K രാജീവ്, ഷബീർ നീരാണി, C ചന്ദ്രൻ, വിജയനുണ്ണി, C സംഗീത, ശ്രീകൃഷ്ണൻ, TY ശിഹാബുദ്ദീൻ, കൃഷ്ണകുമാർ, അസീസ് പട്ടാമ്പി, P വിനോദ് കുമാർ, വാസു മാസ്റ്റർ, NP രാമകൃഷ്ണൻ, ദിവാകരൻ, P ബാലൻ, റസാഖ് എഴുവന്തല, മെഹ്റൂഫ് ഇംബാനു, മൻസൂർ ഇംബാനു, ദീപകുമാർ, രാജേഷ് പൊമ്പിലായ, N ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തച്ചനാട്ടുകര പാലോട് കൂത്തുപറമ്പിൽ 2.5 വയസ്സുള്ള മകനുമായി അമ്മ കിണറ്റിൽ ചാടി. കുട്ടി മരിച്ചു. അമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രി 7:30 സംഭവം. കൂത്തുപറമ്പിൽ രാമചന്ദ്രന്റെ മകൾ 27 വയസ്സുള്ള കാഞ്ചനയാണ് മകൻ 2.5 വയസ്സുകാരൻ വേദിക്കിനൊപ്പം വെള്ളിയാഴ്ച രാത്രി 7:30 കിണറ്റിൽ ചാടിയത്. സംഭവ സമയത്ത് വീട്ടിൽ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. വീടിന് പുറത്തിറങ്ങിയ കാഞ്ചനയെ വിളിച്ചിട്ടും കാണാത്തതിനെ തുടർന്ന് തിരച്ചിൽ നടത്തിയപ്പോഴാണ് കിണറ്റിൽ കണ്ടത്. നാട്ടുകാരും അഗ്നിരക്ഷാ സേനാംഗങ്ങളും ചേർന്ന് ഇവരെ പുറത്തെടുത്തു. കുഞ്ഞിനെ ആദ്യം വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ശനിയാഴ്ച പുലർച്ചെയോടെ മരിച്ചു. കാഞ്ചന പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കീഴാറ്റൂർ സ്വദേശി ഷിജുവാണ് കാഞ്ചനയുടെ ഭർത്താവ്. മണ്ണാർക്കാട് നഗരസഭയിൽ മുണ്ടേക്കരാട് പൂക്കൂത്ത് റോഡിൽ കട്ട വിരിച്ചതുമായി തർക്കം നിലനിൽക്കെ കോൺക്രീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥ. ഭിന്നശേഷിക്കാരായ സ്ത്രീ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ പ്രവൃത്തി തടസ്സപ്പെടുത്തി. പോലീസും നഗരസഭാ അധികൃതരും CPM കൗൺസിലർമാരും സംഭവ സ്ഥലത്തെത്തി. എസ്റ്റിമേറ്റിൽ പറഞ്ഞ 46 മീറ്ററും ബാക്കി 13 മീറ്ററിന്റെ ഒരു വശവും കോൺക്രീറ്റ് ചെയ്യാമെന്ന നിർദ്ദേശം ഇരുവിഭാഗവും അംഗീകരിച്ചതോടെയാണ് രാവിലെ മുതൽ ആരംഭിച്ച സംഘർഷത്തിന് ഉച്ചയോടെ പരിഹാരമായത്. വയ്യാതായ ഒരാളല്ല, ജന്മന അങ്ങനെയുള്ള ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്.
എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് ഇവര്. അപ്പോൾ അവർക്ക് വരേണ്ട ഒരു വഴിയാണ് നമ്മൾ ആ ഒരു ഇതിൻ്റെ പേരിലാണ് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വേറെ ബുദ്ധിമുട്ടോ അസൗകര്യങ്ങളോ ഉണ്ടായിട്ടല്ല. അവർക്ക് 40 വയസ്സായി, 40 വയസ്സായിട്ടുള്ള വയ്യാതെ നടക്കാത്ത ആളാണ്. വീൽ ചെയർ അല്ലെങ്കിൽ മുറ്റത്തൊന്നും ഇറങ്ങാത്ത ആളാണ്. പൂക്കുത്ത് റോഡിന്റെ ആകെ നീളം 59 മീറ്ററാണ്. 2.5 ലക്ഷം രൂപ ചെലവിൽ റോഡിൽ കട്ടപതിക്കുന്ന പ്രവൃത്തി തുടങ്ങിയപ്പോൾ തന്നെ തർക്കം ഉടലെടുത്തിരുന്നു. 46 മീറ്റർ വരെ കട്ടപതിക്കാനാണ് തുക അനുവദിച്ചതെന്ന് നഗരസഭയും കരാറുകാരനും അറിയിച്ചതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് എത്തുകയായിരുന്നു. നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി 59 മീറ്ററും കട്ട വിരിച്ചു. എസ്റ്റിമേറ്റിൽപ്പെടാത്ത 13 മീറ്റർ ഭാഗത്തെ വിരിച്ച കട്ടകൾ എടുത്തു മാറ്റാൻ നഗരസഭാ അധികൃതർ നിർദ്ദേശിച്ചതനുസരിച്ച് കരാറുകാരൻ കട്ട എടുക്കാനെത്തിയത് ഈ ഭാഗത്തെ വീട്ടുകാർ തടഞ്ഞിരുന്നു. ഇതിനിടെ റോഡിന്റെ ഗുണഭോക്താക്കളിൽ ഒരാളായ ചീരത്തടയൻ അബ്ദുൾ നൌഫൽ ഹൈക്കോടതിയെ സമീപിച്ചു. റോഡ് നവീകരിക്കുകയാണെങ്കിൽ പൂർണ്ണമായും നവീകരിക്കണമെന്നും കട്ടവിരിക്കാത്ത ചെറിയൊരു ഭാഗം വെള്ളക്കെട്ടായി മാറുമെന്നും തന്റെ വീടിന്റെ മുൻവശത്ത് മാത്രമായി വെള്ളക്കെട്ട് രൂപപ്പെടുന്നതോടെ ഭിന്നശേഷിക്കാരിയായ സഹോദരിയടക്കം യാത്രാക്ലേശം സൃഷ്ടിക്കുമെന്നും പരാതിക്കാരൻ വാദിച്ചു. പരാതി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ പരാതിക്കാർക്ക് പറയാനുള്ളത് കേൾക്കുകയും റോഡ് സന്ദർശിക്കുകയും ചെയ്തു. നിലവിൽ 46 മീറ്റർ നവീകരിക്കാനുള്ള തുകയാണുള്ളത്. അടുത്ത ഘട്ടത്തിൽ തുക അനുവദിച്ച് ബാക്കി ഭാഗത്തെ നവീകരണവും പൂർത്തിയാക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീറും സെക്രട്ടറി സതീഷ് കുമാറും അറിയിച്ചിരുന്നു. തർക്കം നിലനിൽക്കെയാണ് ശനിയാഴ്ച രാവിലെ കോൺക്രീറ്റ് ചെയ്യാൻ കരാറുകാരൻ ജോലിക്കാരുമായി എത്തിയത്. ജോലി ആരംഭിച്ചതോടെ പരാതിക്കാരന്റെ ഭിന്നശേഷിക്കാരിയായ സഹോദരി ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ജോലി തടസ്സപ്പെടുത്തുകയായിരുന്നു. ഇതോടെ പോലീസും നഗരസഭാ അധ്യക്ഷനും സ്ഥലത്തെത്തി. എസ്റ്റിമേറ്റിൽ പറയുന്ന ജോലി ചെയ്യാൻ പോലീസ് സംരക്ഷണം നൽകണമെന്ന് കോടതി വിധിയുണ്ടെന്നും നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞെങ്കിലും പോലീസ് പിന്മാറി. എസ്റ്റിമേറ്റിൽ പറയുന്ന പ്രവൃത്തിക്ക് പുറമെ അധ്യക്ഷന്റെ അധികാരം ഉപയോഗിച്ച് 50,000 രൂപ അനുവദിക്കാൻ തയ്യാറാണെന്ന് നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു. ഇതിലെ 50,000 വരെ ചെയ്യാൻ ഓപ്ഷൻ ചെയർമാനുണ്ട്, കൗൺസിലറിന്റെ അധികാരമുണ്ട്. ആ 50,000 ചെയ്യാൻ തയ്യാറാണെന്ന് ചെയർമാന്റെ ധിക്കാരൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതില് 76,000 രൂപ വേണം. അത് 50,000 മേലെ വെക്കണം, ഈ പ്രൊജക്ട് വെക്കണം. ആ പ്രൊജക്റ്റാണ് 2025-26 വെച്ച് ചെയ്യാന്ന് പറഞ്ഞത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയിട്ട് ഇവിടെ ലീഡർമാരായിട്ട് ആരും വന്നിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായോ? അല്ല അതിൽ പറയാം, അല്ല ഞാൻ പത്രക്കാരോടാണ് പറയണത്. അല്ല ഇതില് ഈ ഇപ്പൊ വെച്ച എസ്റ്റിമേറ്റിന്റെ പുറത്ത് ഇതിന്റെ ചെയർമാന്റെ അധികാരം വെച്ചുകൊണ്ട് 50,000 രൂപയുടെ വർക്ക് കൂടി ഇവിടെ ചെയ്യാൻ തയ്യാറാണ്. വെറുതെ ജനങ്ങളെ തെറ്റിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ഒന്ന് പത്രസമ്മേളനം നടത്തിയിട്ടൊന്നും കാര്യമില്ല. അതിന്റെ അപ്പുറത്തേക്ക് ചെയ്യണമെങ്കിൽ പ്രൊജക്ട് വെക്കണം. ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ അറിയണമല്ലേ? ആ പ്രൊജക്ട് 2025-26 വെച്ചുകൊണ്ട് ഇവിടുത്തെ നിർമ്മാണം പൂർത്തിയാക്കും. ഇപ്പൊ CI പറഞ്ഞ മധ്യസ്ഥ പ്രകാരം ആ മധ്യസ്ഥ പ്രകാരം ഒരു സൈഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്തു കൊടുക്കാന്ന്. വാശിയല്ല ഒരു നാടിന്റെ വികസന. ഈ മുണ്ടേക്കരാടും നമ്പ്യാമ്പടി ഭാഗത്ത് കാണുന്ന മുഴുവൻ വികസനം ഞാനോ അല്ലെങ്കിൽ എന്നോട് ബന്ധപ്പെട്ട കൗൺസിലർമാരോ ഒന്ന് കൂടുന്നത് തന്നെയാണ്. ആരിനെയും ഉപദ്രവിച്ചിട്ടില്ല. ഇതൊരു പ്രത്യേക രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ട് കഴിയന്മാരെ വാരി ഇവിടെ പറഞ്ഞിങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കി നടക്കുന്ന ആൾക്കാരല്ല. അതല്ല ഞങ്ങളെ രാഷ്ട്രീയം. ഇതിനിടെ ഇടത് കൗൺസിലർമാരായ TR സെബാസ്റ്റ്യൻ, K മൻസൂർ എന്നിവരും സ്ഥലത്തെത്തി. ഉച്ചയോടെ നിർദ്ദേശം ഇരുകൂട്ടരും അംഗീകരിച്ചതോടെയാണ് രാവിലെ ആരംഭിച്ച സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. അതും അംഗീകരിക്കാം. ആ ഒരു സൈഡ് ചെയ്യട്ടെ. പക്ഷേ നിയമപരമായിട്ട് ഈ വർക്ക് ചെയ്യുന്ന ആൾക്ക് ബില്ല് കൊടുക്കണമെങ്കിൽ ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണ്ടേ? നാളെ ഞാൻ ചെയർമാനെന്ന് പറഞ്ഞിട്ട് പൂർത്തിയാക്കിയിട്ട് ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഈ പണി കരാറുകാരന്റെ റിസ്കിൽ ചെയ്യട്ടെ. നമ്മളൊക്കെ അല്ലേ കൗൺസിലുള്ളത്. നമുക്ക് ആ ബാക്കി പൈസ കൂടി കൊടുക്കാനൊരു തീരുമാനം അടുത്ത കൗൺസിലിൽ എടുക്കാവുന്നതിലും അല്ല DPC കിട്ടിയാലേ പറ്റുള്ളൂ. അല്ല അയാൾക്ക് അത് ആ പ്രൊജക്ട് വെച്ച് ഇതിന്റെ ആവശ്യക്കാര് എന്നോട് റിക്വസ്റ്റ് ലെറ്റർ തന്നാലേ അതിന്റെ അധികം ചെയ്യണത്. ബാക്കിയുള്ള 50,000 വരെയും ഈ വർക്കും ചെയ്യാം. തുടർന്ന് കോൺക്രീറ്റ് ചെയ്യുന്ന ജോലി പുനരാരംഭിച്ചതോടെയാണ് നാട്ടുകാരടക്കം പിരിഞ്ഞുപോയത്. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ട്രോൾ ഇറക്കി വെട്ടിലായി CPM ജില്ലാ കമ്മിറ്റി അംഗം KC റിയാസുദ്ദീൻ. ട്രോൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് KCYM രൂപത രംഗത്തെത്തിയതോടെയാണ് സംഗതി വിവാദമായത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറയായ യേശുക്രിസ്തുവിന്റെ അവസാന അത്താഴമേശയിൽ യൂദാസിന്റെ സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരനെ ഇരുത്തിയ പോസ്റ്റ് ഇറക്കിയതാണ് വിശ്വാസികളെ ചൊടിപ്പിച്ചത്.
തങ്ങൾ ഭക്തിയോടെ വീക്ഷിക്കുന്ന യേശുവിൻ്റെ അവസാന അത്താഴ ചിത്രത്തെ അപമാനിക്കുന്നതാണ് പോസ്റ്റെന്നാണ് വിശ്വാസികളുടെ പക്ഷം പറയുന്നത്. KCYM പാലക്കാട് രൂപത മാതൃവേദി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ട്രോൾ ചർച്ചയായതോടെ KC റിയാസുദ്ദീൻ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. സംഭവത്തിൽ KCYM പാലക്കാട് രൂപത പാർട്ടി നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. നേതാവ് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും കടുത്ത അതൃപ്തിയിലാണ് വിശ്വാസികൾ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ട് ചുമതലയിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കാൻ ആളില്ലാത്തതുമൂലം പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നതായി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആരോപണം. നേരത്തെ ഉണ്ടായിരുന്ന സൂപ്രണ്ട് സ്ഥലം മാറിപ്പോയതിനു ശേഷം പുതിയ നിയമനം നടക്കാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്കാണ് നിലവിൽ ഒറ്റപ്പാലത്തെ സൂപ്രണ്ടിന്റെ ചുമതല. ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ഈ ഡോക്ടർ ഒറ്റപ്പാലത്തെത്തുന്നത്. മറ്റു ദിവസങ്ങളിൽ ആശുപത്രി നാദലില്ലാ കളരിയാണെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആരോപിച്ചു. സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിൽ പലപ്പോഴും കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല. ഡയാലിസിസുകളുടെ എണ്ണവും കുറഞ്ഞു. ഡയാലിസിസിന് മാത്രമായി ഒരു ഡോക്ടറെ ചുമതലപ്പെടുത്തണമെന്നും ഈ മേഖലയിൽ മുൻപരിചയമുള്ള നഴ്സുമാരെ നിയോഗിക്കണമെന്നും ആവശ്യമുയർന്നു. അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികളെ ഇവിടുത്തെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താതെ സ്വകാര്യ ആശുപത്രികളിലേക്കും ജില്ലാ ആശുപത്രികളിലേക്കും ശുപാർശ ചെയ്യുന്ന നടപടി തുടരുകയാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു. ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സ്ഥിരമായൊരു സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തണമെന്നാണ് ആവശ്യം. ഇതുവരെ താലൂക്ക് ആശുപത്രിയിൽ നിലവിലുള്ള ഡോക്ടർമാരിൽ തന്നെ ആർക്കെങ്കിലും ചുമതല നൽകണമെന്നായിരുന്നു ആവശ്യം. യോഗത്തിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി അധ്യക്ഷയായി. തഹസിൽദാർ CM അബ്ദുൾ മജീദ്, അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്ന് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. മറ്റ് ജനകീയ വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലാണ് മെയ് മാസത്തെ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. ഇത്തവണയും ജനപ്രതിനിധികളുടെ അഭാവം യോഗത്തിൽ പ്രകടമായി. താലൂക്കിലെ വിവിധ ജനകീയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. കർഷകരിൽ നിന്നും 2 വിള നെല്ല് സംഭരിച്ചതിന്റെ തുക മാസങ്ങൾ പിന്നിട്ടിട്ടും ലഭ്യമാവാത്തത് യോഗത്തിൽ ചർച്ചയായി. ഇതിന് ഉടൻ പരിഹാരം കാണണമെന്ന ആവശ്യവും ഉയർന്നു. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണം, താലൂക്കിലെ ഡിജിറ്റൽ റീസർവേ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. വളരെ ഷാർപ്പായിട്ടുള്ള കയറ്റമുണ്ട്. അപ്പോൾ അവിടുന്ന് കയറി വരുന്ന വണ്ടികൾക്ക് പൂർണ്ണമായി നല്ല രീതിയിൽ ഓടിക്കാൻ കഴിയാത്ത ആളുകൾ വരുമ്പോൾ യാതൊരുവിധ നിയന്ത്രണമില്ലാതെ റോഡിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന സാഹചര്യപ്പെടുന്നത് ആക്സിഡന്റുകൾ പല ആക്സിഡന്റുകളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ റോഡുകൾ ഒന്നുകൂടി സ്ലോ കൂട്ടി കുറച്ചുകൂടി വൈഡ് ചെയ്തിട്ട് സ്റ്റോപ്പാക്കി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പല സ്ഥലങ്ങളും കാറിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് പല റോഡുകൾ. അപ്പോൾ അതൊന്നും കൂടി സ്റ്റോപ്പ് കുറച്ചുകൂടി കൂട്ടിയിട്ട് ടാർ ചെയ്താലാണ് ഈ അപകടമുള്ള അവസ്ഥയിൽ നിന്ന് മാറുക. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് ഉദ്യോഗസ്ഥരും സൂചിപ്പിച്ചു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളിൽ ചെറിയ റോഡുകളിലേക്ക് കയറുന്ന ഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയരം കൂടുതൽ ഈ വഴിയുള്ള യാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിക്കുന്നതായും പരാതി ഉയർന്നു. ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് തഹസിൽദാർ TP കിഷോർ യോഗത്തിൽ വ്യക്തമാക്കി. അത് പറഞ്ഞ സമയം കഴിഞ്ഞ്, പക്ഷേ റവന്യൂ മിനിസ്റ്റർ അതേപോലെ തന്നെ ഇതിന്റെ ഡയറക്ടർ, സർവേ ഡയറക്ടർ പിന്നെ ഇത് കൃത്യമായിട്ട് പോകണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി കൃത്യമായി പരിശോധിച്ച് എല്ലാവരുടെയും വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം പബ്ലിഷ് ചെയ്താൽ മതി എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കപ്പൂരിൽ വീണ്ടും 1 മാസത്തിൽ കൂടി പരിശോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് വില്ലേജുകളിലെയും നേരിട്ട് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ വരും. അപ്പോൾ എല്ലാ ആൾക്കാരെയും OTP വെച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ശേഷമാണ് ചെയ്യാൻ പാടുന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. അതല്ലെങ്കിൽ ഇതില് പ്രശ്നങ്ങൾ റവന്യൂ മിനിസ്റ്റർക്കും നന്നായിട്ട് അറിയാം, ഡയറക്ടർക്കും നന്നായിട്ട് അറിയാം. നല്ല ബോധമുള്ള നല്ല ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് 2 ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഈ റിലീസിലെ സോഫ്റ്റ്വെയറിൽ നികുതി ചേർത്തില്ല എന്നുള്ള ഒറ്റ കാരണത്താല് പിന്നെ വീൽ സർവേയിൽ തടസ്സം വരില്ല, അല്ലെങ്കിൽ പ്രയാസം വരില്ല. അത്തരം കേസുകൾ നമുക്ക് ആധാരം വെച്ചിട്ട് ചെയ്യാന്നുള്ള ഗവൺമെന്റ് ഉത്തരവിനെ ഇറക്കിയിട്ടുണ്ട്. അത് പല സർവേ ടീമുകൾ ചിലപ്പോൾ അത് അംഗീകരിച്ചിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ അതിന് മാറ്റി അവർക്ക് എളുപ്പത്തിന് റിലീസിൽ നികുതി കിട്ടുക എന്നുള്ള കാരണത്താൽ അങ്ങനെ പോകുന്നുണ്ടാവും. അത്തരം കേസുകളുണ്ട് ശ്രദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇടപെടാം, അതിനെ ചെയ്യാം. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന, കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, തഹസിൽദാർ TP കിഷോർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പൊട്ടന്മാരെ പിടിച്ച് BJP പ്രസിഡന്റാക്കുകയാണോ അതോ BJP പ്രസിഡന്റ് ആയതിനു ശേഷം ഇവർ പൊട്ടനാവുകയാണോ എന്ന് സന്ദീപ് G വാര്യർ. കോൺഗ്രസ് കോട്ടോപ്പാടം മണ്ഡലം 21-22 വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് വിഴിഞ്ഞത്ത് സീറ്റില്ല. വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, നിങ്ങൾ ആലോചിക്കണം, പ്രതിപക്ഷ നേതാവാണ്, ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ മാന്യതയോടെ വിളിക്കാൻ തയ്യാറായില്ല. വിവാദമായപ്പോൾ അവിടെ ഒരു സീറ്റിട്ടു. പക്ഷെ ആ വേദിയിൽ മറ്റൊരാൾ കയറിയിരിക്കുന്നുണ്ട്. കണ്ടില്ലെന്ന്? നമ്മൾ ഈ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ പണ്ട് ബസ് നിർത്തുന്ന സമയത്ത് ആളുകൾ സീറ്റ് പിടിക്കാൻ വേണ്ടി ഓടി മുണ്ടിങ്ങനെ അഴിച്ചിട്ടുണ്ട് സീറ്റിൽ. അതുപോലെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വിദ്വാൻ വേദിയിൽ കയറിയിട്ട് ഉടുമുണ്ടോ, ഇനി ഏത് മുണ്ട് അഴിച്ചിട്ടെന്ന് എനിക്കറിയില്ല, മൂപ്പരി മുണ്ട് മുത്തുന്ന കാര്യത്തിലൊക്കെ പറഞ്ഞല്ലോ അടുത്ത ദിവസം, ഏതോ ഒരു മുണ്ടെടുത്തിട്ടിട്ട് വേദിയിൽ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഇരിക്കുക, എന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആലോചിക്കുന്നത് ഈ പൊട്ടന്മാരെ പിടിച്ച് BJP പ്രസിഡന്റ് ആക്കുകയാണോ അതോ BJP പ്രസിഡന്റ് ആയതിനു ശേഷം പൊട്ടനാവുകയാണോ എന്നാണ്. തിരുവിഴാക്കുന്ന് TP ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CJ രമേശ് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, കൂട്ടപ്പാടം മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, T ഹുസൈൻ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ലൈല, A അസൈനാർ, KG ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണികണ്ഠൻ വടശ്ശേരി, ദീപ ഷിൻഡോ, സാനീർ മണലടി, ഇസ്മായിൽ മട്ടാൻ തുടങ്ങിയവർ പങ്കെടുത്തു. CPI ശ്രീകൃഷ്ണപുരം മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. മുതിർന്ന അംഗം K ചന്ദ്രശേഖരൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം B ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡല സമ്മേളനം രണ്ട് ദിവസങ്ങളിലായി ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് CPI മണ്ഡല സമ്മേളനം നടക്കുന്നത്. മുതിർന്ന അംഗം K ചന്ദ്രശേഖരൻ പതാക ഉയർത്തിയതോടെ സമ്മേളനം തുടങ്ങി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം V ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. അടുത്തുകൂടാൻ പോകുന്ന നമ്മുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം എക്സിക്യൂട്ടീവ് കൗൺസിലും അംഗീകരിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം നമ്മുടെ പാർട്ടിയുടെ ഭരണഘടനാ വ്യവസ്ഥയ്ക്ക് വിധേയമായി വീണ്ടും ഘടകങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ലഭ്യമാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് എല്ലാ ഘടകങ്ങൾക്കും അത് നൽകണം എന്നതാണ് ഭരണഘടനാ വ്യവസ്ഥ. രക്തസാക്ഷി പ്രമേയം KT രാമചന്ദ്രനും അനുശോചന പ്രമേയം മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി K ശങ്കരനാരായണനും അവതരിപ്പിച്ചു. മണ്ഡലം സെക്രട്ടറി VP ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുമലത മോഹൻദാസ്, T സിദ്ധാർത്ഥൻ, OK സേതലവി, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ, ജില്ലാ കമ്മിറ്റി അംഗം NG മുരളീധരൻ നായർ, AISF സംസ്ഥാന സെക്രട്ടറി കബീർ, സ്വാഗത സംഘം ചെയർമാൻ സൈദാലി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും നടന്നു. ശക്തമായ കാറ്റിലും മഴയിലും മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടർഫ് കോട്ടിന് കേടുപാടുകൾ സംഭവിച്ചു. ടർഫിന്റെ ഒരു ഭാഗത്ത് ഇരുമ്പ് തൂണുകളാണ് ഒരു വശത്തേക്ക് ചെരിഞ്ഞത്. വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ ടർഫ് കോട്ടിന്റെ ഒരു ഭാഗം തകർന്നത്. ടർഫിന്റെ ചുറ്റുമുള്ള വല സ്ഥാപിച്ച ഇരുമ്പ് തൂണുകളാണ് ഒരു വശത്തേക്ക് ചരിഞ്ഞ് തൂങ്ങിയത്. ശക്തമായ കാറ്റാണ് കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ വീശിയടിച്ചത്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് രജത ജൂബിലി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2020 നിർമ്മിച്ചതാണ് ഈ ടർഫ്. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം മുസ്ലിം ഭീകരതയുടെ പിടിയിലാണെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് കോഴിക്കോട് ജില്ലാ സമിതി അംഗം VV ശ്രീഹരി പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച മാറാട് അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു VV ശ്രീഹരി. കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം മുസ്ലിം ഭീകരവാദികളുടെ പിടിയിലാണെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് കോഴിക്കോട് ജില്ലാ സമിതി അംഗം VV ശ്രീഹരി അഭിപ്രായപ്പെട്ടു. ജീവിക്കാൻ അനുവദിക്കില്ലെന്നാണ് പഹൽഗാം ഭീകരാക്രമണത്തിലൂടെ ഇസ്ലാമിക ഭീകരർ നൽകുന്ന സന്ദേശം. എന്നാൽ അതിനു പിന്നിലെ മതഭീകരതയെക്കുറിച്ച് പറയാൻ കേരളത്തിലെ രാഷ്ട്രീയക്കാർ തയ്യാറായിട്ടില്ലെന്ന് VV ശ്രീഹരി ആരോപിച്ചു. K ഹരിഹരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. SNDP ബോർഡ് മെമ്പർ ഡോക്ടർ രമേശ് കോട്ടയപ്പുറത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2023 മാറാട് കൊല്ലപ്പെട്ടവർക്ക് പുഷ്പാർച്ചന ചെയ്താണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത്. K ശ്രീഹരി, K സുകുമാരൻ, KP വാസുമാസ്റ്റർ, സുനിൽ TP, P വിജയൻ, രോഹിണി ടീച്ചർ, ഉണ്ണികൃഷ്ണൻ കളരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു.
വിവാദങ്ങൾ ഏറെ കടന്നുപോയ മണ്ണാർക്കാട് പള്ളിപ്പടി നായാടിക്കുന്ന് റോഡ് നവീകരണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. നഗരസഭയിൽ നിന്ന് അനുവദിച്ച 8 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത്. നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ റോഡ് ഉദ്ഘാടനം ചെയ്തു. രണ്ട് വാർഡുകൾ അതിർത്തി പങ്കിടുന്ന പള്ളിപ്പടി നായാടിക്കുന്ന് റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് നഗരസഭാ കൗൺസിലിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ച നടന്നിരുന്നു. നായാടിക്കുന്ന് കൗൺസിലർ കെ മൻസൂറും ചന്തപ്പടി കൗൺസിലർ സി ഷഫീഖ് റഹ്മാനും ഈ റോഡിനെ ചൊല്ലി പലതവണ കൗൺസിലിൽ വാക്പോര് നടത്തിയിരുന്നു. ദേശീയപാത നവീകരിച്ചതോടെ ദേശീയപാത ഉയരുകയും നായാടിക്കുന്ന് റോഡ് താഴുകയും ചെയ്തു. ഇതോടെ റോഡിലെ വെള്ളക്കെട്ട് ഒഴിയാത്ത സ്ഥിതിയുണ്ടായി. തുടർന്നാണ് ചന്തപ്പടി വാർഡ് കൗൺസിലർ സി ഷഫീഖ് റഹ്മാൻ ഇടപെട്ട് റോഡ് നവീകരണത്തിന് 8 ലക്ഷം രൂപ അനുവദിച്ചത്. വികസനത്തിൽ കൗൺസിലർമാരുടെ കൊടിയുടെ നിറം നോക്കിയിട്ടില്ലെന്ന് ഉദ്ഘാടനം ചെയ്ത ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഈ ഒരു പ്രദേശത്ത് 21, 22, 23 വാർഡുകളായിക്കൊണ്ട് ഏകദേശം 1000-ൽ പരം വീടുകളും 3000-ൽ പരം ജനങ്ങളും തിങ്ങി താമസിക്കുന്ന, അതുപോലെ തന്നെ ഈ റോഡ് ഇങ്ങനെ പോയി കോടതിപ്പടിയിൽ കയറുമ്പോൾ ദിനേന ആയിരക്കണക്കിന് 2 വീലറുകളും മറ്റു വാഹനങ്ങളും ഒരു ബൈപ്പാസായി ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് കൊണ്ട് വികസനം നടത്തുക എന്നുള്ളതാണ് മണ്ണാർക്കാട് നഗരസഭയുടെ കാഴ്ചപ്പാട്. അത് ഈ ഒരു പ്രദേശം മാത്രമല്ല, ഏത് പ്രദേശത്തായാലും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഫണ്ട് വെച്ചുകൊണ്ട് ആ വികസനം പൂർത്തിയാകുമ്പോഴാണ് മണ്ണാർക്കാട് നഗരസഭയെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും വികസനം എത്തണമെന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ കാഴ്ചപ്പാട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഏറെ പ്രതിസന്ധികൾ നേരിട്ടാണ് റോഡ് ഈ വിധത്തിൽ നവീകരണം പൂർത്തിയാക്കിയതെന്ന് കൗൺസിലർ സി ഷഫീഖ് റഹ്മാൻ പറഞ്ഞു. ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ ഹംസ കുറുവണ്ണ, കൗൺസിലർമാരായ കെ മൻസൂർ, അരുൺകുമാർ പാലക്കുറിശി, ഇ കെ യൂസഫ് ഹാജി, ഷമീർ വെളക്കാടൻ, മുജീബ് ചോലോത്ത്, നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് 5-ന് ചെറുപ്പശ്ശേരിയിൽ സ്വീകരണം നൽകും. സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങൾ ഉയർത്തിയാണ് പദയാത്ര നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാടിന്റെ നന്മയ്ക്ക് നമുക്കൊന്നാകാം എന്ന പ്രമേയം ഉയർത്തിയാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സാഹോദര്യ പദയാത്ര നടത്തുന്നത്. മെയ് 5-ന് തിങ്കളാഴ്ച രാവിലെ 9:30-ന് ഷൊർണൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പദയാത്രയ്ക്ക് ചെറുപ്പശ്ശേരിയിൽ സ്വീകരണം നൽകുന്നത്. സ്വീകരണത്തിന്റെ ഭാഗമായി KPIP റോഡ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന പദയാത്ര ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം സമാപിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറിമാരായ പ്രേമ ജി പിഷാരടി, മിർസാദുർ റഹ്മാൻ, ജില്ലാ പ്രസിഡന്റ് KC നാസർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മോഹൻദാസ് പറളി, ദിൽഷാദ് അലി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം എന്ന് പറഞ്ഞാൽ നന്മയ്ക്കായി നമുക്കൊന്നിക്കാം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഈ പദയാത്ര തിരുവനന്തപുരത്ത് നിന്നും ഏപ്രിൽ 19-ന് യാത്ര തിരിച്ചിട്ടുള്ളത്. ഏപ്രിൽ 19 മുതൽ മെയ് 25 വരെ നീണ്ടു നിൽക്കുന്ന 14 ജില്ലകളിലൂടെ പ്രയാണം നടത്തുന്ന ഒരു ജാഥയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അത് ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ച് കൈകാര്യം പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ് അതിൽ കൂടുതലും ഉള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ സമകാലിക സാഹചര്യത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള സാമുദായിക ധ്രുവീകരണം, പിന്നെ വംശീയത തുടങ്ങിയ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ട് ആണ് ഈ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം നമ്മൾ ഉയർത്തിയിട്ടുള്ളത്. നന്മയ്ക്കായി നമുക്കൊരുമിക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ളത്. നാടിൻ്റെ ഇന്നത്തെ ആനുകാലിക വിഷയങ്ങൾ അതിനോടനുബന്ധമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ലഹരി പോലെയുള്ള സാമൂഹ്യ വിപത്തുകളെയും ഈ യാത്രയിൽ, ഈ പദയാത്രയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് മാട്ടര, സെക്രട്ടറി മൊയ്തൂട്ടി, മുനിസിപ്പൽ കൗൺസിലർ അബ്ദുൽ ഗഫൂർ, മുബഷീർ ഷർക്കി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുപ്പശ്ശേരിയിൽ നിർധന കുടുംബത്തിന് വെൽഫെയർ പാർട്ടി നിർമ്മിച്ചു നൽകുന്ന വെൽഫെയർ ഹോമിന്റെ താക്കോൽദാനം മെയ് 5-ന് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിർവഹിക്കും. 600 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്നത്. 26 വർഷത്തോളമായി വാടകയ്ക്ക് താമസിക്കുന്ന നിർധനരായ കുടുംബത്തിനാണ് വെൽഫെയർ പാർട്ടി ചെർപ്പശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നത്. ചെർപ്പശ്ശേരി വൈദ്യുതിപടി മാമ്പ്രക്കുന്ന് ഭാഗത്താണ് 600 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് നിർമ്മിച്ചിട്ടുള്ളത്.
മെയ് 5 സാഹോദര്യ കേരള പദയാത്രയ്ക്ക് ചെർപ്പശ്ശേരിയിൽ നൽകുന്ന സ്വീകരണ ചടങ്ങിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി കുടുംബത്തിന് വീടിന്റെ താക്കോൽ കൈമാറുമെന്ന് മുനിസിപ്പൽ കൗൺസിലർ അബ്ദുൽ ഗഫൂർ പറഞ്ഞു. വെൽഫെയർ പാർട്ടി ചെർപ്പശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ കീഴിലൊരു വീട് നിർമ്മിച്ച് നൽകാൻ പോവുകയാണ്. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന കാൽനട ജാഥയുടെ ഭാഗമായി 5-ാം തീയതി തിങ്കളാഴ്ച ചെർപ്പശ്ശേരി ടൗണിൽ നൽകുന്ന സ്വീകരണത്തിൽ വെച്ച് അദ്ദേഹം ഈ കുടുംബത്തിന് താക്കോൽ ദാനം നിർവഹിക്കുകയാണ്. ഈ സ്ഥലം ഈ കുടുംബത്തിന് ഈ സ്ഥല ഉടമ നമുക്ക് 3 സെൻറ്റ് സ്ഥലം സൗജന്യമായി നൽകിയതാണ്. ഇതിലൊരുപാട് ആളുകൾ ഇതിന് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സഹായത്തോടു കൂടിയാണ് നമ്മൾക്ക് ഈ വീട് 600 സ്ക്വയർ ഫീറ്റുള്ള ഏകദേശം 8 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് നമുക്ക് ഈ വീട് ആ കുടുംബത്തിന് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ അവസരത്തിൽ ഇതിനോട് സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് 5 പട്ടാമ്പിയിലും സ്വീകരണമൊരുക്കും. വൈകുന്നേരം 4:30 സ്വീകരണം. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന പദയാത്ര മേലെ പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിൽ സമാപിക്കും. സമാപന പൊതുസമ്മേളനം ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് എം.എ. മൊയ്തീൻകുട്ടി, മണ്ഡലം പ്രസിഡന്റ് ഷമീർ മനക്കതൊടി, മണ്ഡലം സെക്രട്ടറി കെ.പി. ഹമീദ്, മണ്ഡലം ട്രഷറർ മുജീബ് അലിക്കൽ, മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് വി ഷഹർബാൻ എന്നിവർ അറിയിച്ചു. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ അജണ്ടകൾ കേരളത്തിലും നടപ്പിലാക്കുന്നതിന് വേണ്ടി നിരന്തരമായി നുണകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും വെറുപ്പുൽപ്പാദിപ്പിക്കുകയും ആ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് കേരളത്തിൽ വേരോട്ടമുണ്ടാക്കുന്ന രീതിയിലേക്ക് സാമുദായിക ധ്രുവീകരണങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വർത്തമാനകാല കേരള രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വെൽഫെയർ പാർട്ടി സാഹോദര്യ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വംശീയ രാഷ്ട്രീയത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു സാഹോദര്യ കേരള പദയാത്ര സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം 19-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുകയും മെയ് മാസം 30-ാം തീയതിയോടുകൂടി കോഴിക്കോട് സമാപിക്കുകയും ചെയ്യുന്ന ഈ പദയാത്ര പെരിന്തൽമണ്ണ മണ്ഡലം മുസ്ലിം ലീഗ് സപ്തദിന പദയാത്ര ഞായറാഴ്ച ആരംഭിക്കും. അഭിമാനകരമായ അസ്തിത്വത്തിന് എന്നാണ് പദയാത്രയുടെ പ്രമേയം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് പദയാത്ര സംഘടിപ്പിക്കുന്നതെന്ന് നജീബ് കാന്തപുരം MLA-യും മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളും പറഞ്ഞു. അഭിമാനകരമായ അസ്തിത്വത്തിന് എന്ന പ്രമേയമുയർത്തി മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പദയാത്ര മെയ് 4 ഞായറാഴ്ച പുലാമന്തോളിലെ പാലൂരിൽ നിന്ന് ആരംഭിക്കും. മണ്ഡലം പ്രസിഡന്റ് A.K. നാസർ ക്യാപ്റ്റനും ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അബ്ദുൽസലാം വൈസ് ക്യാപ്റ്റനായും പദയാത്ര നയിക്കും. ട്രഷറർ നാലകത്ത് ഷൗക്കത്താണ് ജാഥ ഡയറക്ടർ. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും രാജ്യത്തെ പൊതുവായ രാഷ്ട്രീയ പശ്ചാത്തലവും പദയാത്രയിൽ തുറന്നു കാണിക്കുമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. 7 ദിവസം 6 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലുമായി 7 ദിവസങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കന്മാരും MLA-മാരും പ്രഭാഷകരുമെല്ലാം പങ്കെടുക്കുന്ന വലിയ ആൾബലമുള്ള ഒരു ജാഥയാണ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്നത്. ഈ ജാഥയുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് കൈക്കൊള്ളുന്ന ജനവിരുദ്ധമായ നിലപാടുകൾ തുറന്നു കാട്ടാനും ഇന്ത്യയുടെ പൊതുവായ പശ്ചാത്തലത്തിൽ നടക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധവും അതുപോലെ തന്നെ ജനവിരുദ്ധവുമായ സമീപനങ്ങളെ തുറന്നു കാട്ടാനുമാണ് ഈ ജാഥ ഞങ്ങൾ നയിക്കുന്നത്. ഈ ജാഥയുടെ മുദ്രാവാക്യമായി മുസ്ലിം ലീഗ് എക്കാലവും ഉയർത്തിപ്പിടിച്ച അഭിമാനകരമായ അസ്തിത്വത്തിന് എന്ന മുദ്രാവാക്യം തന്നെയാണ് ഞങ്ങളിതിൻ്റെ ക്യാച്ച് വേർഡായിട്ട് ഉപയോഗിക്കുന്നത്. പദയാത്രയുടെ വിജയത്തിനായി കൃത്യമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ജില്ലാ സംസ്ഥാന നേതാക്കൾ പദയാത്രയുടെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിക്കും. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് ഈ പദയാത്ര താക്കീതായി മാറുമെന്ന് മണ്ഡലം പ്രസിഡന്റ് A.K. നാസർ പറഞ്ഞു. ഇന്ന് ഏറെ പ്രസക്തമായ മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും മുദ്രാവാക്യമാണ് അഭിമാനകരമായ അസ്തിത്വത്തിന് എന്നുള്ളത്. ആ ഏറെ പ്രസക്തമായിട്ടുള്ള മുദ്രാവാക്യം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ഈ സപ്തദിന പദയാത്ര നടക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ വിശദീകരിച്ചു. വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിച്ചുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന BJP-യും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുമൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ താക്കീതായിട്ടാണ്
ഈ ജാഥ മാറാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ജീവിതം ദുസ്സഹമാകുന്ന രൂപത്തിലുള്ള ഭരണവുമായി മുന്നോട്ട് പോകുന്ന മാർക്സിസ്റ്റ് സർക്കാരിനെതിരെയുള്ള ശക്തമായിട്ടുള്ള താക്കീതും ഈ ഒരു സമരത്തിൻ്റെ ഈ ഒരു പദയാത്രയുടെ ഭാഗമായിട്ട് എല്ലാ ഭാഗത്തും ഉയർന്നു വരും. സ്വാഭാവികമായിട്ടും ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വാർഡ് സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് അവിടെ നിന്ന് നിശ്ചയിച്ച പ്രതിനിധികളാണ്. മുസ്ലിം ലീഗിൻ്റെ അതുപോലെ തന്നെ വനിതാ ലീഗിൻ്റെ പോഷക ഘടകങ്ങളുടെയൊക്കെ പ്രവർത്തകർ ഈ ജാഥയിൽ അണിനിരക്കും. അതോടൊപ്പം തന്നെ നല്ല പ്രഭാഷകർ പങ്കെടുക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും MLA-മാരും പാണക്കാട് തങ്ങന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. പുലാമന്തോൾ, ഏലംകുളം, ആലിപ്പറമ്പ്, താഴേക്കോട്, വെട്ടത്തൂർ, മേലാറ്റൂർ പഞ്ചായത്തുകളിലും നഗരസഭയിലുമായി 7 ദിവസങ്ങളിൽ 30 കിലോമീറ്ററാണ് പദയാത്ര നടത്തുന്നത്. 140 സ്ഥിരാംഗങ്ങൾ ജാഥയിലുണ്ടാകും. വിവിധ പഞ്ചായത്തുകളിൽ പാർട്ടി പ്രവർത്തകർ പദയാത്രയിൽ അണിനിരക്കും. ഈ വരുന്ന 4-ാം തീയതി തുടങ്ങി 10-ാം തീയതി വരെ 7 ദിവസങ്ങളിലായി പുലാമന്തോട്, ഏലംകുളം, ആലിപ്പറമ്പ്, താഴേക്കോട്, വെട്ടത്തൂർ, മേലാറ്റൂർ മുനിസിപ്പാലിറ്റി എന്നീ പ്രദേശങ്ങളിലായി സുമാർ 30 കിലോമീറ്ററോളം കാൽനടയായി ഈ ജാഥയുടെ സന്ദേശം പൊതുജനങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഈ പദയാത്രയുടെ ഉദ്ദേശം. ഈ പദയാത്രയിൽ നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ നിരവധി MLA-മാർ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രവുമൊക്കെ ഗ്രാമങ്ങളിലും ശാഖാതലങ്ങളിലുമൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു പരിപാടിയായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ജാഥ മുസ്ലിം ലീഗിൻ്റെ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകരും ഏറ്റെടുത്തു കഴിഞ്ഞു. തീർച്ചയായും ഈ ജാഥ സമാപിക്കുമ്പോൾ അത് പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന ചരിത്രത്തിൽ ഒരു അധ്യായമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സമാപന ദിവസം നഗരസഭയിലെ പൊന്നിയാകുർശിയിൽ നിന്നും പെരിന്തൽമണ്ണ നഗരം വരെയാണ് പദയാത്ര. ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. PK കുഞ്ഞാലിക്കുട്ടി സമാപന യോഗത്തിൽ സംസാരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, കൊളക്കാടൻ അസീസ്, സുബൈർ മാസ്റ്റർ, തെക്കത്ത് ഉസ്മാൻ, ശശിധരൻ മണലായ, ബഷീർ ചോലക്കൽ എന്നിവരും പരിപാടിയെ സംബന്ധിച്ച് വിശദീകരിച്ചു. പഞ്ചായത്തുകൾക്ക് ആവശ്യമായിട്ടുള്ള പണം കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ഈ നിയോജകമണ്ഡലത്തിലെ തന്നെ പഞ്ചായത്തുകളിൽ പലതും കിട്ടിയ പണം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താത്ത ഒരു സാഹചര്യം. കേരള ഗവൺമെന്റും തന്നെ ജനപക്ഷത്ത് നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയ സാഹചര്യം. അപ്പോൾ ഈ വിഷയങ്ങളിൽ പൊറുതിമുട്ടുന്ന ജനം അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ജനകീയ വിഷയം എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിയോജകമണ്ഡലം കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ജനപക്ഷത്ത് നിന്ന് നടത്തുന്ന ഈ സമര പരിപാടി ഇതൊരു പ്രതിഷേധ പരിപാടിയാണ്. ഇത് ഞങ്ങൾക്ക് ആളെ കൂട്ടാനോ അതല്ലെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടോ ഉള്ള ഒരു പരിപാടിയല്ല. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും വിഷയീഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വരും. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റുകളുടെ ജനാധിപത്യ ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുള്ള വിഷയങ്ങളൊക്കെ വരും. അതിനാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ഇത്രയേറെ സംസ്ഥാന ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്തുകൊണ്ടും വേറിട്ട ഒരു പ്രതിഷേധ ജാഥയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് സാധാരണക്കാരുടെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കോ എന്നുള്ള ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇതുപോലെയുള്ള ഒരു ശബ്ദദിന പദയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. തീർച്ചയായും ഇത് നിയോജകമണ്ഡലത്തിലെ എല്ലാ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ അണിനിരക്കുന്ന ഒരു വേറിട്ട ഒരു പ്രതിഷേധ ജാഥയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിളയൂരിൽ കർഷക സമരത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച സൈതാലിക്കുട്ടിയെ ഞായറാഴ്ച വിളയൂരിൽ അനുസ്മരിക്കും. അദ്ദേഹം മരിച്ചു വീണ സ്ഥലത്ത് CPM-ന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച രക്തസാക്ഷി സ്തൂപത്തിന്റെ സമർപ്പണവും നടത്തുമെന്ന് കർഷക സംഘം നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിളയൂരിൽ കർഷക സമരത്തിനിടെ രക്തസാക്ഷിത്വം വരിച്ച സൈതാലിക്കുട്ടിയുടെ 56ാമത് രക്തസാക്ഷിത്വ ദിനാചരണമാണ് ഞായറാഴ്ച കൂരാച്ചിപ്പടിയിൽ വെച്ച് നടത്തുന്നത്. ഇതോടൊപ്പം സൈതാലിക്കുട്ടി മരിച്ചു വീണ ഭൂമിയിൽ നിർമ്മിച്ച രക്തസാക്ഷി സ്തൂപത്തിന്റെ സമർപ്പണവും ഞായറാഴ്ച നടത്തുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ MP അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മറ്റ് നേതാക്കളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സൈതാലിക്കുട്ടിയുടെ 56ാമത് രക്തസാക്ഷി ദിനം, 55ാമത് വാർഷിക ദിനം നാളെ വിളയൂരിലെ പാർട്ടി വളരെ ആദരപൂർവ്വം ആദരിക്കുകയാണ്. ഈ വർഷത്തെ സൈതാലിക്കുട്ടി ദിനാചരണത്തിന്റെ പ്രത്യേകത അദ്ദേഹം മരിച്ചു വീണ സ്ഥലത്ത് ആ സ്ഥലത്തിന് ഉടമസ്ഥനായിരുന്ന സഖാവ് ചെള്ളി 4 സെന്റ് സ്ഥലം പാർട്ടിയുടെ രക്തസാക്ഷി സ്തൂപം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നിരുന്നു. അതിൽ 2 സെന്റോളം സ്ഥലം റോഡിന് വേണ്ടി പിന്നീട് ഞങ്ങൾ നീക്കിവെച്ചു. ബാക്കിയുള്ള 2 സെന്റ് സ്ഥലത്ത്
ഒരു രക്തസാക്ഷി സ്തൂപം കൂടി പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. 55 വർഷത്തിന് ശേഷമാണ് അത് പൂർത്തിയാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചത്. 1999 സീതാലിക്കുട്ടിയുടെ നാമധേയത്തിലുള്ള സീതാലിക്കുട്ടി സ്മാരക മന്ദിരം വെളിയൂരിലെ പാർട്ടിയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ വർഷം അവിടെ സീതാലിക്കുട്ടി സ്മാരക സ്തൂപം രക്തസാക്ഷി മണ്ഡപം കൂടി അവിടെ അനാച്ഛാദനം ചെയ്യപ്പെടും. വാർത്താസമ്മേളനത്തിൽ നേതാക്കളായ കെ മുരളി, കെ വി ഗംഗാധരൻ, എം മണികണ്ഠൻ, രാജൻ പുന്നശ്ശേരി, സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന എനർജി മാനേജ്മെന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ കുളിർമ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണം തച്ചനാട്ടുകര ചാമപ്പറമ്പിൽ വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുളിർമ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണത്തിന്റെ ഒറ്റപ്പാലം തല ഉദ്ഘാടനമാണ് ശനിയാഴ്ച രാവിലെ ചാമപ്പറമ്പ് AMLP സ്കൂളിൽ നടന്നത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതിയുടെ ഉൽപാദനം ക്രമാതീതമായിട്ട് കൂടുന്നില്ല, ഉപയോഗം എന്ത് ചെയ്യുന്നു, ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്നു അല്ലേ? അതുകൊണ്ടാണ് വൈദ്യുതി ബോർഡാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും പീക്ക് സമയങ്ങളിൽ ഉപകരണങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കരുത് അല്ലെ, മുൻകരുതൽ ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന പല കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ അലക്ഷ്യമായിട്ട് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും എന്താണ്, ബൾബ് പോയ അപ്പം വിളിച്ച് പഞ്ചായത്ത് മെമ്പറോടോ പ്രസിഡന്റിനൊക്കെ വിളിച്ചു പറയും ഏത് ബൾബ് കെട്ടാൻ മാത്രം അപ്പം. എന്നാൽ 365 ദിവസവും ആ ബൾബ് കത്തിയാൽ ഒരാൾ പോലും അവരുടെ വീടിന്റെ തൊട്ട് മുമ്പിലാണെങ്കിൽ പോലും പോയിട്ടൊന്ന്, ഞാൻ തന്നെ എത്രയോ തവണ യാത്രക്കിടയിൽ വണ്ടി നിർത്തിയിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത അനുഭവങ്ങൾ എനിക്ക് എത്രയോ ഉണ്ടായിട്ടുണ്ട്. ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ്സിന് EMP കോർഡിനേറ്റർ P സുബിൻ നേതൃത്വം നൽകി. മഞ്ഞപ്പിത്ത രോഗ ബോധവൽക്കരണ ക്ലാസ്സിന് തച്ചനാട്ടുകര കുടുംബ ആരോഗ്യ കേന്ദ്രം JHI യു ഹസീന നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് അധ്യക്ഷയായി. വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ P മൻസൂർ അലി, പഞ്ചായത്ത് അംഗം KP ഇല്യാസ്, ഗ്രാമസഭാ കോർഡിനേറ്റർ EK അസ്കർ എന്നിവർ പങ്കെടുത്തു. തീവ്രവാദ ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ എടത്തനാട്ടുകര KSHM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS വിദ്യാർത്ഥികളുടെ തെരുവ് നാടകം. പഹൽഗാമിൽ ഭീകരർ 27 പേരെ കൊലപ്പെടുത്തിയ സംഭവം NSS വിദ്യാർത്ഥികൾ നാടകമായി പെരിന്തൽമണ്ണയിൽ അവതരിപ്പിച്ചു. ഭീകരവാദത്തിനും തീവ്രവാദത്തിനും എതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് എടത്തനാട്ടുകര KSHM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ തെരുവു നാടകം അവതരിപ്പിച്ചത്. പെരിന്തൽമണ്ണയിലെ നാടകാവതരണം നഗരസഭ വൈസ് ചെയർപേഴ്സൺ നസീറ ഉദ്ഘാടനം ചെയ്തു. NSS എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, സോഷ്യൽ സർവീസ് ആണ്. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഓരോ കാര്യങ്ങളും എടുത്ത് ഇന്നത്തെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതും സാമൂഹിക തിന്മയ്ക്കെതിരെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് തന്നെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് എല്ലാ കുട്ടികളും മുന്നോട്ട് പോകുന്നത്. NSSന്റെ ഭാഗമായി നിരന്തരമായിട്ടുള്ള വോളണ്ടിയർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഭീകരവാദം തീവ്രവാദം എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘട്ടം എന്ന് പറയുന്നത് അവരുടെ യുവത്വമാണ്. ആ ഒരു യുവത്വത്തിൽ തന്നെയാണ് ഇതുപോലെയുള്ള ആക്രമണങ്ങളും മറ്റുള്ള രീതിയിലുള്ള പ്രവണതകളിലേക്കെല്ലാം എല്ലാ മനുഷ്യരും എത്തിച്ചേരുന്നത്. അങ്ങനെയുള്ള ആ ഒരു സമയത്തെ അതിജീവിക്കുക, അങ്ങനെയുള്ള ഇതുപോലെയുള്ള ആക്രമണങ്ങൾക്ക് ഇതുപോലെയുള്ള കലാപങ്ങൾക്കൊന്നും നമ്മുടെ കുട്ടികൾ ചെല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് നിരന്തരമായിട്ടുള്ള ബോധവൽക്കരണം നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്കൂൾ തലത്തില് കോളേജ് തലത്തില് എല്ലാ രീതിയിലും ഇതുപോലെയുള്ള ബോധവൽക്കരണം ആ ഒരു സന്ദേശം കൊണ്ട് തന്നെയാണ് ഇന്നിവിടെ ഈ കുട്ടികളും എത്തിച്ചേർന്നിട്ടുള്ളത്. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ N അബ്ദുൽ ബാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പാൾ സക്കീർ ഹുസൈൻ, അധ്യാപകരായ ജുജൈദ്, വിഷ്ണു, സുഹറ, ജിബിൻ, വഹീദ തുടങ്ങിയവർ സംസാരിച്ചു. 30 വിദ്യാർത്ഥികൾ അടങ്ങുന്ന NSS വളണ്ടിയർമാരാണ് നാടകം അവതരിപ്പിച്ചത്. ജൂനിയർ നാഷണൽ ഡോഡ്ജ് ബോൾ ചാമ്പ്യൻഷിപ്പ് പട്ടാമ്പി മുത്തുതലയിൽ ആരംഭിച്ചു.
രാജ്യത്തെ 20ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പതിനേഴാമത് ജൂനിയർ നാഷണൽ ഡോഡ്ജ് ബോൾ ചാമ്പ്യൻഷിപ്പിനാണ് പട്ടാമ്പി മുതുതല AUP സ്കൂളിൽ തുടക്കമായത്. ലഹരിയുമില്ല, ലഹളയുമില്ല, കായിക വഴിയിലൂടെ നന്മയുടെ നേരെ എന്ന സന്ദേശവുമായാണ് മത്സരം നടക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലായാണ് മത്സരം. മെയ് 6 മത്സരം സമാപിക്കും. ഡോഡ്ജ് ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും കേരള ഡോഡ്ജ് ബോൾ അസോസിയേഷൻ്റെയും നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 20ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 17ാമത് ജൂനിയർ ഡോഡ്ജ് ബോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത്. പാലക്കാട് AUP സ്കൂൾ മുതുതലയിൽ വെച്ചിട്ടാണ്. 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെയാണ് ചാമ്പ്യൻഷിപ്പ്. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ 20ഓളം സംസ്ഥാനങ്ങളിൽ നിന്നായി ഏകദേശം 350-ൽ പരം കായിക താരങ്ങളാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ ഒഫീഷ്യൽസ്, കോച്ചസുകൾ, അങ്ങനെയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇവിടെയുണ്ട്. ഭക്ഷണം, അതുപോലെയുള്ള താമസ സൗകര്യങ്ങൾ, അതുപോലെയുള്ള മാറ്റ് ഉൾപ്പെടെയുള്ള ട്രാവലിംഗ് റെയിൽവേ സ്റ്റേഷൻ ടു സ്കൂൾ ട്രാവലിംഗ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള കേരള ഡോഡ്ജ് ബോൾ അസോസിയേഷനിൽ ഒരുപാട് പേരുണ്ട്. എസ്പെഷ്യലി അജ്മൽ, ശരത്ത്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ദേശീയ സെക്രട്ടറിയാണ് മിസ്റ്റർ ബ്രാർ. അദ്ദേഹം നാളെ എത്തും. ക്ലോസിംഗ് സെറമണിക്കാണ് അദ്ദേഹം എത്തുകയുള്ളൂ. വളരെ ലഘുവായി കളിക്കാൻ പറ്റുന്നതും വളരെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ളൊരു കളിയാണ്. എല്ലാ കുട്ടികൾക്കും ഇഞ്ചുറി ഇല്ലാതെയും നല്ല സന്തോഷവും ആരോഗ്യവും മെൻ്റൽ സ്ട്രെങ്ത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമും കൂടിയാണ്. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് ശ്രീകൃഷ്ണപുരത്ത് സ്വീകരണമൊരുക്കി. മുൻ MP രമ്യ ഹരിദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി അധ്യക്ഷയായി. മാധവിക്കുട്ടി, പഞ്ചായത്ത് അംഗം ലീല, നൌഫൽ തങ്ങൾ, P ഗിരീശൻ, സുരേഷ് തെങ്ങിൻതോട്ടം, C ഭാസ്കരൻ, പ്രിയ, സിന്ധു രാമകൃഷ്ണൻ, ബ്രിജിത, ഡൊമിനിക് എന്നിവർ പങ്കെടുത്തു. ശ്രീമതി ടീച്ചറിനോട് നമുക്ക് പല കാര്യങ്ങളിലും എതിർപ്പുണ്ട്. കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലപാതകികളെ ശ്രീമതി ടീച്ചർ കണ്ണൂർ ജയിലിൽ പോയി കണ്ടു എന്ന് പറയുമ്പോൾ അത് കൊലപാതക രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ശ്രീമതി ടീച്ചറോട് വിയോഗിച്ചുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ, വനിതാ നേതാക്കന്മാരിൽ ഒരാളായ ശ്രീമതി ടീച്ചറെ ഏറ്റവും പരിഹസിക്കുന്ന, അവഗണിക്കുന്ന വാക്കുകളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 പദ്ധതിയുടെ ഭാഗമായി ABC പദ്ധതിക്കുള്ള നായക്കൂട് നിർമ്മാണം പാലക്കാട് ജില്ലാ പഞ്ചായത്തുമായി യോജിച്ച് സംയുക്ത പ്രോജക്റ്റായി നടപ്പാക്കി. 3,40,000 രൂപ വരുന്ന 10 നായ്ക്കൂടുകൾ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി വാങ്ങുകയും കൂടുകൾ ഒറ്റപ്പാലം ബ്ലോക്കിലെ ഏക ABC സെന്റർ ആയ ഒറ്റപ്പാലം വെറ്ററിനറി പോളിക്ലിനിക്കിലേക്ക് നൽകുകയും ചെയ്തു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി അധ്യക്ഷയായി. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് 2024-2025 വർഷത്തെ ഗിരീഷ് പുത്തഞ്ചേരി സ്മാരക ഗാനരചനാ പുരസ്കാരം കുലുക്കല്ലൂർ സ്വദേശി രാജൻ മുളയങ്കാവിന് സമ്മാനിക്കും. 10,001 രൂപയും കീർത്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സാഹിത്യരംഗത്ത് നവാഗതനായ ഇദ്ദേഹത്തിൻ്റെ കവിത, ഗാനരചനയിലുള്ള മികവുകൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നതെന്ന് നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. ട്രസ്റ്റിൻ്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ചേരുന്ന സാഹിത്യ സംഗമത്തിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും. കടമ്പഴിപ്പുറം സെന്റ് ജോസഫ് ദേവാലയത്തിൻ്റെ കൂദാശയകർമ്മം പാലക്കാട് രൂപതാ മൈത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ നിർവഹിച്ചു. ഇടവക തിരുനാളിന് വികാരി ഫാദർ മാത്യു വാഴയിൽ കൊടിയേറ്റി. മെയ് 5 വരെയാണ് തിരുനാൾ ആഘോഷം. മെയ് 4 രാവിലെ നടക്കുന്ന ദിവ്യബലിയിലും ആദ്യ കുർബാന സ്വീകരണത്തിലും പാലക്കാട് രൂപത ബിഷപ്പ് മാർ ജേക്കബ് മാനത്തേടത്ത് പങ്കെടുക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വന്തമായി ഒന്നും അവകാശപ്പെടാനില്ലാത്ത പിണറായി സർക്കാർ UDF തുടങ്ങിവെച്ച വികസനങ്ങൾ തട്ടിയെടുക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ മോദിയുടെ അജണ്ടകൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി മുട്ടുമടക്കിയെന്നും K മുരളീധരൻ. തച്ചനാട്ടുകര പാലോട് 2.5 വയസ്സുള്ള മകനൊപ്പം അമ്മ കിണറ്റിൽ ചാടി. കുട്ടി മരിച്ചു, അമ്മ ആശുപത്രിയിൽ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ടില്ലാത്തത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതായി താലൂക്ക് സമിതിയിൽ വിമർശനം. സൗജന്യ ഡയാലിസിസ് കേന്ദ്രങ്ങളിൽ പോലും കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ.
മണ്ണാർക്കാട് മുണ്ടേക്കരാട് പൂക്കൂത്ത് റോഡിൽ കട്ട വിരിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം, കോൺക്രീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥ. പ്രവൃത്തി തടഞ്ഞ് നാട്ടുകാർ. പ്രശ്നം പരിഹരിച്ചത് നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ സ്ഥലത്തെത്തി നടത്തിയ ചർച്ചകൾക്ക് ശേഷം. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരായ ട്രോൾ. വെട്ടിലായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KC റിയാസുദ്ദീൻ. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴമേശയിൽ യൂദാസിന്റെ സ്ഥാനത്ത് ചന്ദ്രശേഖരനെ ഇരുത്തി പോസ്റ്റ്. വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു. മാപ്പ് പറയണമെന്ന് KCYM പാലക്കാട് രൂപത. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.